വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കന്നഡയിൽ എന്തുണ്ട്? ഓക്കെ, അപ്പം കന്നഡ നമുക്ക് മാറ്റാം കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നല്ല, ഈ ഒരു മാസം, ഈ ഒരു മന്ത് ഇഷികയുടെ ബർത്ത്ഡേ മന്താണ്. അവൾക്ക് 2 വയസ്സാവാറായി. അത് ഇപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. സോ നമ്മൾ ലാസ്റ്റ് ഇയർ അവളുടെ ബർത്ത്ഡേ നാട്ടിൽ വെച്ചിട്ടാണ് നടത്തിയത്. അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലോ അല്ലാന്നുണ്ടെങ്കിൽ അത് എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അതിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് മിസ് ചെയ്തു. അന്നത്തെ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു. നമ്മളുടെ പ്ലാൻസ് ഒന്നും നേരെ ചൊവ്വേ നടന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു, പക്ഷെ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങൾ നമുക്കന്ന് നടത്താൻ പറ്റിയില്ല. ഓക്കെ, അന്ന് നമ്മൾക്ക് പ്ലാൻ ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് ഉദ്ദേശിച്ച പോലെ കിട്ടാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ ഒരു വീഡിയോ എടുക്കുന്ന പരിപാടി ഞാൻ ടോട്ടലി മറന്നു പോയിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണത്തെ ബർത്ത്ഡേ നമ്മൾ എന്തായാലും മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ വേണോ വേണ്ടയോ ചെയ്യണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിവേ ഞാൻ ഇന്നിപ്പം കുറച്ച് ഗിഫ്റ്റൊക്കെ പൊതിയാനുണ്ടായിരുന്നു. അപ്പം താങ്ക് യു ഗിഫ്റ്റ്, റിട്ടേൺ ഗിഫ്റ്റുകൾ. അപ്പോൾ അതൊക്കെ പൊതിഞ്ഞ് ലാസ്റ്റ് ഗിഫ്റ്റ് പൊതിഞ്ഞിട സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ എനിവേ നമുക്ക് വീഡിയോ എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. സോ എൻ്റെ കോലമൊക്കെ ആകെ കൂതറ കോലമാണ് കേട്ടോ. അപ്പോൾ ഇഷീനെ ഞാൻ ഉറക്കിയിട്ടാണ് ബാക്കി പരിപാടീസൊക്കെ ചെയ്തത്. നമ്മൾ ചെറിയ രീതിയിൽ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും, യു കെയിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചിട്ട് ഒരു ചെറിയ ഫങ്ഷൻ വെക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നാളെയാണ് പക്ഷേ ഇഷികയുടെ ബർത്ത്ഡേ, മെയ് 3 ബർത്ത്ഡേ. പക്ഷേ അത് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ സാറ്റർഡേ ആണ് ബർത്ത്ഡേ പാർട്ടി ചെയ്യുന്നത്. സോ ഇന്നത്തെ വിശേഷം വേറൊന്നുമല്ല, നമ്മളിവിടെ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഗിഫ്റ്റൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാർഡൊക്കെ വെച്ചിട്ട് എനിക്ക് ഈ ഗിഫ്റ്റുകൾ പാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുഞ്ഞു പിള്ളേർക്കാട്ടോ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗിഫ്റ്റൊക്കെ. അപ്പം ഇവിടെ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പ്ലാനുണ്ട്. ഫസ്റ്റ് ഞാൻ എല്ലാം ഇവിടെ ക്ലിയർ ചെയ്തിരുന്നു കേട്ടോ. കുറേ ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു, മീൻസ് ഈ പൊതിഞ്ഞതിൻ്റെ ബാക്കി പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരുവിധം എല്ലാ ഗിഫ്റ്റുകളും, എല്ലാ കുട്ടീസിനുമുള്ള ഗിഫ്റ്റുകൾ നമ്മൾ പൊതിഞ്ഞു കഴിഞ്ഞു. ഇതായിരുന്നു ലാസ്റ്റ് ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് പൊതിയുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. ഞാൻ നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ ഒരു സ്പോർട്സ് ഡയറക്ടറിൻ്റെ വലിയൊരു കവറുണ്ട്, അതിലേക്ക് ആക്കി വെച്ചു. ഇത് ഇഷികയുടെ ക്രിബാണ്, അവളിത് യൂസ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ. സോ ഞാൻ പിന്നെയും കൂടി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കെട്ടിവെച്ചു. ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ എനിക്കതിന് പറ്റില്ല. ഒന്നാമത് സമയം ഉണ്ടാവില്ല. ഇഷിക ഉറങ്ങിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ. സോ അവൾ ചില ദിവസം ഉറങ്ങില്ല. ഞാൻ പ്ലാൻ ചെയ്യുന്ന ദിവസം ചിലപ്പോൾ ഇഷമോൾ ഉറങ്ങില്ല, ചില ദിവസം കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീക്കും. സോ എനിക്ക് ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസിയിൽ വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ഐഡിയാസൊക്കെ ഉണ്ട്. ഐഡിയാസ് കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ എഴുതിയൊക്കെ വയ്ക്കും, പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും വേണ്ടില്ല, ഇന്നിപ്പോൾ അവൾ നല്ല ഉറക്കമാണ്. ഏട്ടനവിടെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് സംതിങ് എനിക്കതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല, പറഞ്ഞ് ചളമാക്കുന്നില്ല. സോ ഞാനിപ്പം 2 ഫ്രെയിംസ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമ്മൾ ബർത്ത്ഡേക്ക് ലാസ്റ്റ് ഇയർ ചെയ്ത പോലെ തന്നെ, ലാസ്റ്റ് ഇയർ നമ്മളൊരു ടീമിനെ ഏൽപ്പിക്കുകയായിരുന്നു ബർത്ത്ഡേ, മറ്റേ ആ ഒരു ബർത്ത്ഡേ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കോക്കോമലൻ തീമിൽ അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ആ ഒരു വർക്ക്. സോ നമ്മളും അതുപോലെ ഒന്ന് കോപ്പി അടിക്കാൻ പോവുകയാണ്. സോ ഇഷമോൾ നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ചുകൂടി പണികളുണ്ട്, അതൊക്കെ തീർത്ത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ. ബേബിന്റെ പേരെന്താ?
Happy birthday to you. Ishiga. Hi, Shiga. ഷൂ ആരുടെയാ? റയന്റെ ഷൂ ആണോ അത്? ഇതോ ഓ റയൻ ഇങ്ങനത്തെ ഷൂ ഉണ്ടോ? ശി റയൻ അങ്ങനത്തെ ഷൂ ഉണ്ട്. ഓ റയൻ ഷൂസ്. അമ്മനെ നോക്കി അച്ഛൻ എന്താ ചെയ്യണം? മുടിയൊക്കെ പോയിട്ടാ മുടി വിട്ടണ്ടേ വിട്ടണ്ടേ അവിടെ ഉണ്ട് അച്ഛൻ്റെ മുടി വിട്ടണ്ടേ മുടി വിട്ടണ്ട. എന്താണ് പോയി എന്താ പറ്റിയേ ഇഷിക? എന്താ വേണ്ടേ? ഈ ഒരു കളർ പാലറ്റ് ആട്ടോ നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്. പക്ഷേ ഇതിനോട് മാച്ച് ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സ്, ബർത്ത്ഡേ ഡ്രസ്സ് നമുക്ക് കിട്ടിയില്ല. സോ നമ്മൾ ബ്ലൂ തീമാണ് എടുത്തത്. അപ്പം നാളത്തേക്കുള്ള ഒരു ഡെമോ നോക്കാം കേട്ടോ, എങ്ങനെ സെറ്റ് ചെയ്യണം ബലൂൺസ് എന്നുള്ളത്. എനിക്കൊരു ബർത്ത്ഡേ ട്രാൻസാക്ഷൻ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു റീൽസിന് വേണ്ടിയിട്ട്.
ഇത്രയും ഭംഗിയിൽ ഈ ഒരു സെറ്റപ്പ് വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും ഇന്നലെ ബർത്ത്ഡേ, അപ്പോൾ ഒരു കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു.